ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. മഴ നനഞ്ഞു കേട്ടോ. വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം മഴയൊക്കെ നനഞ്ഞ് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. മഴ നനയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാനെപ്പോഴും പറയില്ല നമ്മുടെ അമ്പലത്തിൻ്റെ കാര്യം. അമ്പലത്തിൽ അവിടെ മുറ്റമൊക്കെ നിറയെ പുല്ലെന്ന് പറഞ്ഞാൽ പുല്ല് പിടിച്ച് കോളമായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ആങ്ങളയുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ചല്ലും ചപ്പും ചവറും കച്ചറയായിട്ടൊരു പരുവായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ഒരാഴ്ച കൊണ്ട് വിചാരിക്കണം പോയി കുറച്ച് ആ പുല്ലൊന്ന് പറിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പോയി പറിച്ചോന്ന് കേട്ടോ. ഫുള്ളായില്ല മതി. കറുകപ്പുല്ലുണ്ടല്ലോ, കറുകപ്പുല്ലത് നമ്മൾ കയ്യിനും പറിച്ചാലും നിൽക്കില്ല, മൺവെട്ടിക്ക് വെട്ടാനും പറ്റില്ല. പൊതുവേ നമ്മുടെ ജോലി അങ്ങനെയാണ്. ഇന്നും കുറേ ജോലി സ്ഥലത്ത് കുറേ പുല്ലൊക്കെ വെട്ടി കൈയൊന്നും എടുക്കാൻ വയ്യ. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മീറ്റർ നീളം 1 മീറ്റർ വീതിക്കും വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുത്ത് ഞാൻ, പക്ഷേ ക്ലിയർ ഇല്ല. നമ്മൾ പുല്ല് വെട്ടുന്നതും പറിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ ആര് പിടിക്കാനാണ് വീഡിയോ? ആരെടുക്കാനാ? എന്തായാലും ഒരു കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, 1 മീറ്റർ നീളത്തിനും 1 മീറ്റർ വീതിക്കും പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് പറിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരാം. അപ്പോൾ ഞാൻ വെട്ടിയപ്പോഴും എൻ്റെ ആങ്ങളെ പറയുന്നത് വെട്ടണ്ട, ബംഗാളി ആരെങ്കിലും വിളിച്ച് വൃത്തിയാക്കാമെന്ന്. 2 ആഴ്ചയായി അവരെ വീട് പാല് വെച്ച് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ഇന്നിപ്പോൾ ഞാൻ വെട്ടാൻ പോയപ്പോൾ പറഞ്ഞ് ബംഗാളിയെ വിളിക്കാമെന്ന്. ഇപ്പോൾ ബംഗാളിയെ വിളിച്ച് ബാക്കി വെട്ടണമെങ്കിൽ വെട്ടട്ടെ, ഇല്ലെങ്കിൽ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഒരാഴ്ചയാകുമ്പോൾ ക്ലിയർ ആവുമല്ലോ. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ക്ലിയർ, നമ്മളന്ന് വിചാരിച്ച ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നാളെയും കൂടെ പോയി കുറച്ച് ചെയ്യാം. അങ്ങനെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അത് പറിച്ച് തീക്കണം. പിന്നെ പായലൊക്കെ പിടിച്ച് അതും ഒരു പരുവായി കിടപ്പുണ്ട്. ഇതൊക്കെ അമ്പലത്തിന് നെഗറ്റീവ് തരുന്നൊരു കാര്യമാണേ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീനാക്കി പറക്കിയൊക്കെ എടുക്കണം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട് അവരാരെങ്കിലുമൊക്കെ തന്നെ വിളക്ക് കത്തിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ചേച്ചി കത്തിക്കുന്നുണ്ട് വിളക്ക്. അപ്പോൾ ഞാൻ കുറേ നാളായി പോയിട്ട് അതിൻ്റേതായ ഒരു പോരായ്മകളും അവിടെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിൻ്റേതായ പോരായ്മകളും കുറവുകളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി പോകണം, അവിടെ പോയി ഒന്ന് ക്ലീൻ ആക്കണം, ഒന്ന് ലെവലാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അടുത്ത് ബാക്കിയും കൂടെ പോയി ക്ലീനായി. ഇനിയിപ്പോൾ ബംഗാളിയായിട്ട് വിളിച്ച് ക്ലീൻ ആക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ ഞാൻ പോയി കുറേശ്ശെ അതിനെ വൃത്തിയാക്കിയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളെ മുന്നിൽ വീഡിയോ എടുത്ത് അയക്കുന്നതായിരിക്കും. നമ്മൾ എന്ന് വീഡിയോ ഇടുന്നതാണല്ലോ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം. നമ്മളെ കണ്ടില്ലേ, നിങ്ങൾ മറന്നു പോകുകയാണെങ്കിലോ അപ്പം നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ പാചകവും നമ്മുടെ വാചകവും അതിൻ്റേതായ എന്നെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നിങ്ങളോട് വന്ന് എൻ്റേതായ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ ഷെയർ ചെയ്ത് ഇപ്പോൾ കുറേ നാളുണ്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ എത്തുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ വാർത്തയാണ് ഞാനിവിടെ വായിച്ചത്. ഇന്ന് ഞാനും എൻ്റെ വാർത്തകളൊക്കെയാണ് ഇവിടെ വായിച്ചത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എത്ര മിനിറ്റായാൽ എന്തോ, 3 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ഷോർട്ടിൽ പോകുമെന്ന് പറയണം. എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഷോർട്ട് ഞാൻ എടുത്ത് ഒരു 2 മിനിറ്റോ 2.5 മിനിറ്റോ 3 മിനിറ്റ് തികച്ചില്ല, അത് ഷോർട്ടിൽ പോയി. ഷോർട്ടിൽ വീഡിയോ പോയാലും പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ വീഡിയോ എടുക്കുന്നു ഇടുന്നു, എന്തരോ ഏതോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നതിനും സ്ട്രെയിറ്റ് പിടിക്കുന്നതിനൊക്കെ എന്തൊരു സംഭവം ഉണ്ടെന്ന്. സ്ട്രെയിറ്റ് പിടിച്ചാൽ 3 മിനിറ്റിന് താഴെയാണെങ്കിൽ ഷോർട്ടിൽ പോകുന്നു. അപ്പോൾ 5 മിനിറ്റ് ആയോ? 5 മിനിറ്റ് ആയെങ്കിൽ ഒരു 5 മിനിറ്റുള്ള കഥ. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കുളി പ്രശ്നമാണ് സുഹൃത്തുക്കളെ. ഈ 2 ഘട്ട നേരത്തുള്ള കുളിയൊക്കെ പൊതുവേ നമ്മുടെ ജോലി അങ്ങനെയാണ്. വെയിലത്തും മഴയത്തൊക്കെയാണ് ജോലി ആയതുകൊണ്ട് നമുക്ക് കുളിയൊക്കെ നോക്കിയും കണ്ടൊക്കെ കുളിച്ചില്ലെങ്കിൽ തലവേദനയാണ്, ജലദോഷമാണ്, കഫത്തിൻ്റെ പ്രശ്നമുണ്ട്. പോരാത്തിന് തലയ്ക്കൊക്കെ ഒത്തിരി അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഏജ് കൂടി വരയില്ലേ. ഏജ് കൂടി വരുംതോറും ബോഡിക്കൊക്കെ ഡാമേജൊക്കെ വരും. എന്നാണ് ഞാൻ കുളിച്ചിനിപ്പോൾ ഇതിൻ്റെ ഫലം രാവിലെ എണീക്കുമ്പോൾ അറിയാം.
മഴയെന്ന് പറയുമ്പോൾ ചാറ്റൽ മഴ നനഞ്ഞ് കുറേയൊക്കെ നോക്കട്ടെ. ഇത് ഇരുട്ടാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം. ഇട്ടിട്ട് അതിൻ്റെ ബാക്കി ഭാഗം നാളെ പറയണേ പോയി ചെയ്താൽ കൊള്ളാം. എന്നാലും പോയി ചെയ്യണം. കാണുമ്പോൾ ഒരു കരി വരും കേട്ടോ. കാണുമ്പോൾ ഈ നിറഞ്ഞ് പുല്ലൊക്കെ പിടിച്ച് കാട് കയറി കിടക്കുമ്പോൾ കൈ മടിക്കും. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നമ്മൾ ചെയ്തോന്നു. നമ്മുടെ ജോലി അതൊക്കെയാണ്. പിന്നെ എന്താ പറയുക, കൂടുതലൊന്നും പറയും നിങ്ങളെ ഞാൻ വിറപ്പിക്കുന്നില്ല. ലൈവിൻ്റെ കാര്യം നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ വരും, ഇല്ലെങ്കിൽ ലൈവില്ല. നമ്മളെ മക്കൾ ലൈവ് കാണുന്ന മക്കൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ലൈവ് വരും, ഇല്ലെങ്കിൽ വരില്ല. എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഒന്നാണ് പറയുന്നതിനും പ്രവർത്തിക്കുന്ന വേറൊന്നാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ കാണുക. നമ്മുടെ വിശേഷങ്ങളും ഞാൻ കുളിച്ച് വന്ന് തലയും പൊളിച്ചിട്ട് വന്നിരുന്നതേ ഉള്ളൂ. മോനും ചായ ഇട്ട് കൊടുത്ത് ഞാൻ ഈ കുഞ്ഞ് ക്ലാസ്സിൽ ചായയും കുടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴും എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. എല്ലാവരും ചെല്ലണ് കല്ലാണി നെഞ്ചിലന്ന്, കരും കല്ലാണി നെഞ്ചിലന്ന്, ഞാനന്നു തൊട്ടപ്പോ നീലക്കുയിലിൻ്റെ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചെല്ലണ് കല്ലാണി നെഞ്ചിലന്ന്, കരും കല്ലാണി നെഞ്ചിലന്ന്. ടാറ്റ ബൈ ബൈ.